Hello all, welcome to Malaranjan മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം പനീർ കറിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഇട്ടിരുന്നു പനീറിൻ്റെ അപ്ഡേറ്റ്. ആ പനീർ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദി സബ്സ്ക്രൈബ് ബട്ടൺ. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാം. എൻ്റെ പുതിയ വീഡിയോസ് ആൻഡ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഒരു പനീർ കറി ഈ ലോക്ക്ഡൗൺ സമയത്ത് ഓർഡർ ചെയ്തെന്ന് വെച്ചോ, ഇങ്ങനത്തെ ഒരു പനീർ കറി അവർ അയച്ചു തരുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ ഡബ്ബയിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ ഡബ്ബയിലോ ആയിരിക്കും. ദേ മൈറ്റ് ചാർജ് സംവെയർ 150 to 250 rupees. ഇപ്പം ഈ 150 to 250 rupees ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ 4 കറി ഉണ്ടാക്കാം നമുക്ക് ഇങ്ങനെ തന്നെ. ഇപ്പം ഈ കറികൾ നമുക്ക് ഈ പോട്ടിൽ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും ഈ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറിക്ക്. അപ്പം ഈ 250 രൂപ അല്ലെങ്കിൽ 150 രൂപ എങ്ങനെ നമുക്ക് ലാഭിക്കാം നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പം അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെ ഓക്കെ അതിൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൽ ഞാൻ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകം ആഡ് ചെയ്യണം. ഫസ്റ്റ് എണ്ണ കുറച്ചൊന്ന് ബോയിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ജീരകം ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളുടെ മെയിൻ ഐറ്റം ദാറ്റ് ഈസ് പനീർ നമ്മൾ ഉണ്ടാക്കി വെച്ചത്, ഷീനട്ട്, ബട്ടർ, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂൺ 1/4 ടർമറിക് പൗഡർ, 4 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ നമുക്ക് ജിഞ്ചർ ഇടാം. ഓക്കെ, ഉള്ളി നമുക്കിത് ഇതേപോലെ വലിയ വലിയ സൈസിൽ കട്ട് ചെയ്തത് വേണം. ടൊമാറ്റോ ഇതേപോലെ സ്ലൈസ് ആക്കിയതോ അല്ലെങ്കിൽ വലിയ വലിയ പീസിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇത് ജീര. ഇതൊക്കെയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജീരകം, കട്ട് ചെയ്ത് വെച്ച് ഒണിയൻ ആഡ് ചെയ്യാം. അധികം ഡാർക്ക് ബ്രൗൺ ആകാണ്ട് നമുക്ക് എടുക്കണം ഇതിനെ അവിടെ. കാരണം നമ്മൾ തിക്ക് കൺസിസ്റ്റൻസി ഉള്ള ഗ്രേവിയുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കറീൻ്റെ ഫ്ലേവറിൽ നമുക്ക് ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ടതാണ്. ഉള്ളി ഇങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം, സോട്ട് ചെയ്യണം. ഓൾറൈറ്റ്, ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിട്ട് ബ്രൗൺ ആൻഡ് ഗോൾഡ് കളർ ആണ്. ഡാർക്ക് ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യരുത്. കാരണം ഒരിക്കൽ ഓയിൽ ഫ്രൈ ആവാൻ തുടങ്ങിയാൽ പിന്നെ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇനി ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ഇപ്പോൾ ഒരു ചെറിയൊരു ഭാഗം ആവാൻ തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് ആ സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ജിഞ്ചറും ഗാർലിക്കും അത് ഇട്ട് വെക്കാം. അതിൽ ഗാർലിക്കും പിന്നെ ഒരു ചെറിയൊരു സൈസ് ജിഞ്ചർ കൊടുക്കണം. നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് ചെയ്ത് കൊടുക്കാം. പറയാൻ വിട്ടുപോയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇതുണ്ടല്ലോ, നമ്മൾ 1/2 hour to 1 hour വെള്ളത്തിലിട്ട് വെക്കണം നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ്. ഓക്കെ, എന്നാലേ നമുക്കിത് കുറച്ച് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. എന്തിനാ സോഫ്റ്റ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. കാഷ്യൂ നട്ട് ഇട്ടതിന് ശേഷം നല്ല അടിപൊളി സ്മെല്ല് വരാൻ തുടങ്ങി. നല്ലൊരു സ്മെല്ല് ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ സ്മെല്ലാണ്. അപ്പം ഞാനിതിങ്ങനെ ബിഗ് പീസിൽ ഞാനിത് ഈ എല്ലാ വലിയ പീസാക്കിയിട്ട് എന്തിനാ എടുത്ത് വെച്ചാൽ നമുക്കിത് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഗ്രൈൻഡ് ചെയ്താലാണ് നമ്മളുടെ മസാലയുടെ മെയിൻ കണ്ടൻറ്റ് വരിക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയും ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദി സബ്സ്ക്രൈബ് ബട്ടൺ. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. ഓൾറൈറ്റ്, നമ്മളുടെ മിക്സ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ അതേ കാണുമ്പോൾ നമുക്ക് എല്ലാവരും നല്ലൊരു വാടിയ രീതിയിൽ കാണാം. നമുക്കിതിന് ഓഫാക്കാം. അത് ഓഫാക്കിയിട്ട് നമുക്കൊരു 5 to 10 minutes നമുക്കിത് ചൂട് ആറാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് നമ്മളുടെ മിക്സ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇറ്റ്സ് നൗ കംപ്ലീറ്റ്ലി വാംഡ് അപ്പ്. അവിടെ നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ജാറിലേക്ക് ഇടാം. ഇതേ നമ്മളുടെ മിക്സ് കണ്ടു നല്ല പേസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യങ്ങളെന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പോട്ട് ഞാൻ വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാമിൻ്റെ പകുതി ബട്ടർ എടുത്തോളൂ, അതിൽ ആഡ് ചെയ്യുക. ഇളകിക്കോട്ടെ. ഫ്ലെയിം എക്സ്ട്രീം ലോ സിമ്പിളാക്കണം നമുക്കിത്. ഇതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന മസാലപ്പൊടികൾ ഇടുകയാണ്. That is Kashmiri chili powder, turmeric chili powder and coriander powder. മസാലയ്ക്ക്
ഈ മസാല നമുക്ക് ഈ ബട്ടറിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മളുടെ ഈ മിക്സ് അത് നമുക്ക് ആഡ് ചെയ്യാം. ഓൾറൈറ്റ്, നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി കണ്ടോ, നല്ല തിക്ക് ഫോമേ വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, പിന്നെ നമ്മൾ കാഷ്യൂ നമ്മളുടെ മസാല ഒക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് ബോയിൽ ചെയ്ത് നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലായി കിട്ടും. ഓക്കെ, ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ഈ വെള്ളത്തിൽ നമുക്കൊന്ന് നല്ലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കറി ഇത് ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. നമ്മൾ കറി കുറച്ച് എക്സ്ട്രീം ലോ സിമ്മിലുള്ളത്. ഇനി നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കണ്ടോ തിക്നെസ് ഉണ്ടോ, അടിപൊളിയല്ലേ? ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് കാണിച്ചിരുന്ന പനീറിൻ്റെ ഐറ്റമാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പനീർ കറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിക്കും. നല്ല അടിപൊളി ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് പല ടൈപ്പിൽ വെറൈറ്റിയിൽ നമുക്ക് പനീർ കറി ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് വെറൈറ്റി കറി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ ബിലോ വിതൗട്ട് എനി മെസ്. നിങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ സീ യു സൂൺ. ബൈ.